വിഴിഞ്ഞം തുറമുഖത്തേക്ക് ലോഡുമായി പോയ ടിപ്പറിൽ നിന്ന് കല്ല് വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. മുക്കോല സ്വദേശി അനന്തുവാണ് മരിച്ചത്. 4ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്നു. ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികൾ തുറമുഖ കവാടം ഉപരോധിച്ചിരുന്നു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഇന്ന് എപ്പോഴായിരുന്നു അപകടം? സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണോ അനന്തു മരണപ്പെട്ടത്? ദിവ്യ, ഇന്ന് രാവിലെ 7:30 വിഴിഞ്ഞം മുക്കോല ബാലരാമപുരം റോഡിൽ വെച്ച് അപകടമുണ്ടായത്. 27 വയസ്സുള്ള മുക്കോല സ്വദേശി അനന്തുവാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെ 7:30 വിഴിഞ്ഞം തുറമുഖത്തേക്ക് ലോഡുമായി വന്ന ടിപ്പറിൽ നിന്ന്, അതായത് നിരവധി പാറകളുമായിട്ട് രാവിലെ സമയങ്ങളിൽ നിരവധി ലോറികൾ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരാറുണ്ട്. ഇന്ന് അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ടിപ്പറിൽ ലോറി പാറ കയറ്റി വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ ഈ മുക്കോല ജംഗ്ഷനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപാണ് അനന്തു പോകാനായിട്ട് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു റോഡിൽ ഒരു കുഴിയുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ കുഴിയോട് ചേർന്നുകൊണ്ട് ആ കുഴിയിൽ വീഴാതിരിക്കാൻ ഈ അമിത ലോഡ് കയറ്റി വന്ന ടിപ്പർ വെട്ടിക്കുകയും ഈ അനന്തുവിന്റെ ശരീരത്തിലേക്ക് ഈ ലോറിയിലുണ്ടായിരുന്ന പാറ തെറിച്ചു വന്ന് വീഴുകയും ചെയ്തത്. അനന്തുവിന് പരിക്കേൽക്കുകയും ചെയ്തത്. അനന്തുവിന്റെ തലയ്ക്കും കൈക്കും കാലിനുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൈയും കാലും ഒടിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഉടൻ തന്നെ അനന്തുവിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് 12:50 അനന്തു മരിച്ചത്. അനന്തു തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടി തന്നെ അനന്തു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത്. ഈ അനന്തുവിന് പരിക്കേൽക്കുന്ന സമയത്ത് തന്നെ അല്പം ജീവൻ ഉണ്ടായിരുന്നു. കാരണം ഈ അവിടെ നിന്നുണ്ടായിരുന്ന ഈ പരിക്കേറ്റ ആ റോഡിലേക്ക് വീണപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് അനന്തുവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ ആളുകൾ പറയുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സമയം തെറ്റിച്ചുകൊണ്ട് അമിതമായി ലോഡ് കയറ്റി ലോറികൾ ഇവിടേക്ക് വരാറുണ്ട്. ഇന്നിപ്പോൾ സാധാരണഗതിയിൽ 10 ടൺ ഭാരം കയറ്റിയാണ് ലോറിക്ക് ഇങ്ങോട്ട് വരാൻ അനുവാദമുള്ളതെങ്കിൽ 20 ടണ്ണിലധികം ഭാരം കയറ്റിയാണ് ലോറികൾ ഇവിടേക്ക് വരാറുള്ളത്. അത്തരത്തിൽ ഈ പാറ കയറ്റി വന്ന ലോറിയാണ് ഈ അപകടത്തിന് ഇടയാക്കിയത്. എന്തായാലും ഈ അനന്തുവിന്റെ മരണത്തിന് ഈ അപകടമുണ്ടായതിന് തൊട്ട് പിന്നാലെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖ കവാടത്തിന്, മുല്ലൂർ കവാടത്തിന് തൊട്ട് മുമ്പിലാണ്. ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ രാവിലെ തന്നെ പ്രതിഷേധവുമായി എത്തുകയും ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന കവാടത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊടിയടക്കമുള്ളവ കെട്ടി ഇങ്ങോട്ട് ഇന്നത്തേക്ക് ഒരു തരത്തിലും വാഹനങ്ങൾ ഉള്ളിലേക്ക് പോകണ്ട എന്ന് കാട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ കെട്ടി ഈ വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ അനന്തുവിന്റെ മരണം ഇന്ന് ഉച്ചയ്ക്ക് 12:50 നെയ്യാറ്റിൻകര ആശുപത്രിയിൽ വെച്ച് ഉണ്ടായത്. അനന്തു 4ാം വർഷ BDS വിദ്യാർത്ഥിയാണ്. നേരത്തെ അനന്തുവിന്റെ ബന്ധുക്കളോടും നാട്ടുകാരോടും ഒക്കെ നമ്മൾ സംസാരിച്ചതാണ്. ഇത്തരത്തിൽ നിരവധി ലോറികൾ, ടിപ്പർ ലോറികൾ സമയം തെറ്റിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരാറുണ്ട്. സ്കൂൾ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന വലിയ തിരക്കേറിയ വഴിയിലാണ് ഈ അപകടമുണ്ടായത്. നേരത്തെ തന്നെ സർക്കാരിന്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. സ്കൂൾ ടൈമിൽ, അതായത് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന ടൈമിൽ രാവിലെ 7 മണി മുതൽ 10 മണി വരെ അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമുള്ളതാണ്. ആ നിർദ്ദേശങ്ങളും ആ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ലോറി എത്തി ഒരു അപകടം ഉണ്ടാവുകയും ആ അപകടത്തിൽ ഒരു യുവാവ് വിദ്യാർത്ഥി മരിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. ദിവ്യ.